എലിക്സിർ IAS അക്കാഡമിയുടെ മസ്റ്റ് നോ ഫാക്ട് സീരീസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാഠ്മണ്ഡു വേൾഡ്സ് മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. കാഠ്മണ്ഡു ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള എസ്പെഷ്യലി എയർ ക്വാളിറ്റി ഇൻഡെക്സ് വെച്ചിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് പഠിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം നമ്മുടെ മക്കൾക്ക് വെക്കേഷൻ ആണ്. പക്ഷേ ഇതുവരെയുള്ള വെക്കേഷൻ പോലെ പോരാ നമ്മുടെ മക്കളുടെ ഇനിയുള്ള വെക്കേഷൻസ് അല്ലെങ്കിൽ ഇത് മുതലുള്ള വെക്കേഷൻസ്. കാരണം നമ്മുടെ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് നമ്മുടെ സൊസൈറ്റിയിൽ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നു. സോ നമ്മുടെ മക്കൾ ഗ്രാജുവേഷൻ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ അവരുടെ പഠനം കഴിയുമ്പോഴേക്കും ഇപ്പോഴുള്ള ജോലി സാധ്യതകളോ ജോലിയുടെ സ്വഭാവങ്ങളോ ആയിരിക്കില്ല ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ഭാവിയിലേക്ക് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഒരുക്കിയെടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് എലിക്സിർ IAS അക്കാഡമിയുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. നമുക്കറിയാം, നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ സ്കൂൾ കോളേജ് സ്റ്റുഡൻസിനെ വെച്ച് പ്രധാനമായിട്ടും 3 ബാച്ചുകളാണ് നമുക്കുള്ളത്. IAS കിഡ്സ് എന്ന് പറയുന്ന ബാച്ച് 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഏത് ബോർഡിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഏത് കരിക്കുലം ഫോളോ ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ, അവർക്ക് IAS കിഡ്സ് എന്ന ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതുപോലെ IAS ജൂനിയർ എന്ന് പറയുന്ന ബാച്ച് സ്റ്റാൻഡേർഡ് 8 to 12th ആണ്. അതായത് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഏത് ബോർഡ് ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. അവിടെ നമുക്കറിയാം 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും 10th സ്റ്റാൻഡേർഡും 12th സ്റ്റാൻഡേർഡും ബോർഡ് എക്സാം സ്റ്റുഡൻസ് ആണ്. പക്ഷേ നമുക്ക് വളരെയധികം സ്റ്റുഡൻസ് 10th-ലും 12th-ലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ സ്കൂൾ അക്കാഡമിക്സിനെ ഇംപ്രൂവൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഏറ്റവും പ്രൈം കൺസേൺ ആയിട്ട് എടുക്കുന്നത്. ഒരിക്കലും അവരുടെ അക്കാഡമിക്സിനെയോ അല്ലെങ്കിൽ നോൺ അക്കാഡമിക്സിനെയോ അവരെ ടൈം കൺസ്യൂം ചെയ്യുന്ന രീതിയിലല്ല നമ്മുടെ കോഴ്സ് പോകുന്നത്. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. സോ ഒരിക്കലും അവർക്കൊരു ബാധ്യതയായി മാറില്ല. ഓക്കെ, അതുപോലെ IAS 21 എന്ന് പറയുന്ന ബാച്ച് കോളേജ് സ്റ്റുഡൻസിനും അതുപോലെ ഗ്രാജുവേറ്റ്സിനുമാണ്. അത് ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു ബാച്ചാണ് IAS 21 എന്ന് പറയുന്നത്. സോ ഈ നമ്മുടെ വെക്കേഷൻ ബാച്ചുകൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ആൻഡ് പുതിയ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും തുടങ്ങിക്കഴിഞ്ഞു. ആൻഡ് നിങ്ങൾക്ക് നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്ത് നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ഏറ്റവും നല്ല ഭാവിക്കായിട്ട് ഒരുക്കിയെടുക്കാം. നമുക്കറിയാം, സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സാണ് എങ്കിൽ കൂടി നമ്മുടെ പ്രൈം കൺസേൺ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ തന്നെയാണ്. എങ്കിൽ കൂടി ലോകത്ത് നടക്കുന്ന എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് പരമാവധി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ കുട്ടികളിലേക്ക് എത്തിക്കാം. എന്തൊക്കെ സാധ്യതകളാണ് ഇനി വരാൻ പോകുന്നത്, ആ സാധ്യതകളിലേക്ക് ഏതൊക്കെ കോഴ്സുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴേ ഈ ഒരു ടൈമിൽ തന്നെ ചെയ്തു തുടങ്ങേണ്ടത്. അതുപോലെ നമുക്കറിയാം, ഇംഗ്ലീഷിന്റെ പ്രാധാന്യം നമുക്കറിയാം. സ്പോക്കൺ ഇംഗ്ലീഷ്, അതുപോലെ മാത്സ്, റീസണിങ് മുതലായ ഒരു കുട്ടിക്ക് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി എന്തൊക്കെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ സ്കിൽസ് ആവശ്യമുണ്ടെന്ന് കരുതുന്നുണ്ടോ ആ എല്ലാ സ്കിൽ സെറ്റും അവർക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അഡ്മിഷന് വേണ്ടി നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ പുതിയ ബാച്ചുകൾ നെക്സ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് ആയിരിക്കും, അവരുടെ ലൈഫിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ആയിരിക്കും, ദ ബെസ്റ്റ് ഓഫ് ഗിഫ്റ്റ് ആയിരിക്കും ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. കാരണം അവരുടെ ജീവിതം അടിമുടി മാറാൻ പോവാണ്, അതായത് കംപ്ലീറ്റ്ലി മാറാൻ പോവാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ആനിവേഴ്സറി ഓഫർ ആയിട്ടുള്ള 45% ഓഫോട് കൂടിയാണ് ഈ ഒരു വെക്കേഷൻ ബാച്ച് വരുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ പരമാവധി നമുക്ക് എല്ലാ രീതിയിലും പറ്റുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെ ഈ ഒരു കോഴ്സിലേക്ക് ഫെമിലറൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി ക്ലാസ്സസ് നമ്മൾ ഈ വെക്കേഷൻ ടൈമിൽ നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വളരെയധികം ആക്ടിവിറ്റീസ്, അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആയിക്കോട്ടെ, സ്പീക്കിംഗ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാം ഇംപ്രൂവൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് പോകുന്നത്. ഓക്കെ, യെസ്, മൂവിംഗ് ഓൺ. വൈ ന്യൂസ്. എന്തുകൊണ്ടാണ് കാഠ്മണ്ഡു ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ട് സിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് വാർത്തകളിൽ നിറയുന്നത്? അക്കോർഡിംഗ് ടു IQ Air, ഓർഗനൈസേഷൻ ദാറ്റ് മെഷേഴ്സ് ദ റിയൽ ടൈം പൊല്യൂഷൻ ഓഫ് 101 സിറ്റീസ്, അതായത് ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള 101 നഗരങ്ങൾ ഉൾപ്പെടുത്തിയാണ് IQ Air എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. അത് സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്. അവര് റിയൽ ടൈം പൊല്യൂഷൻ, ഓരോ സിറ്റീസിലെയും റിയൽ ടൈം പൊല്യൂഷൻ മെഷർ ചെയ്തിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഈ ഒരു റിപ്പോർട്ടിൽ ഏറ്റവും ആദ്യം വരുന്ന 6 സിറ്റീസ്, 6 നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ആദ്യമേ നമ്മൾ കണ്ടു കഴിഞ്ഞു. കാഠ്മണ്ഡു ആണ്. കാഠ്മണ്ഡു എന്ന് പറയുന്നത് നേപ്പാളിലാണ്. ഇന്ത്യയുടെ ഏറ്റവും ജിയോഗ്രഫിക്കലി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു അയൽരാജ്യമാണ്. പ്ലസ് ഇന്ത്യയുടെ വൺ ഓഫ് ദ ഫ്രണ്ട്ലിയസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട്ലി കൺട്രീസും കൂടിയാണ് എന്ത് നമ്മുടെ നേപ്പാൾ എന്ന് പറയുന്നത്. സോ നേപ്പാളിന്റെ ക്യാപിറ്റൽ ആണ് കാഠ്മണ്ഡു. ഓക്കെ. ദ ന്യൂഡൽഹി, രണ്ടാമതായിട്ട് വരുന്ന ന്യൂഡൽഹിയാണ്. അത് നമുക്ക് വലിയൊരു കൺസേൺ ആണ്. നമുക്കറിയാം നമ്മുടെ നാഷണൽ ന്യൂസിൽ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഡൽഹി എന്ന് പറയുന്ന UT യൂണിയൻ ടെറിട്ടറി പല സമയങ്ങളിലും പൊല്യൂഷന്റെ അതിന്റെ ഏറ്റവും തീവ്രത അനുഭവിക്കുന്ന ഒരു യൂണിയൻ ടെറിട്ടറിയാണ് ന്യൂഡൽഹി എന്ന് പറയുന്നത്. അതിന്റെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസ് വളരെയധികം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്? യെസ്. ദെൻ ചിയാങ് മായ് ഇൻ തായ്ലൻഡ്, ഹെനോയ് ഇൻ വിയറ്റ്നാം, ബാങ്കോക്ക് ഇൻ തായ്ലൻഡ് ആൻഡ് ധാക്ക ഇൻ ബംഗ്ലാദേശ്. സോ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? എല്ലാം ഏഷ്യൻ കൺട്രീസ് ആണ് അല്ലെ. ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ഒക്കെ ഏഷ്യൻ കൺട്രീസ് ആണ്. ന്യൂഡൽഹി രണ്ടാമതാണ്. റൈറ്റ്? ന്യൂഡൽഹി എന്ന് പറയുന്നത് രണ്ടാമതാണ്. എയർ ക്വാളിറ്റി ആണ്, എയർ പൊല്യൂഷൻ ആണ് ഇവിടെ മെഷർ ചെയ്യപ്പെടുന്നത്. സോ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യനെ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമാനിറ്റി സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഏത് ബീങ്സും ആയിക്കോട്ടെ, അവരെ സംബന്ധിച്ച് വളരെയധികം കൺസേൺ ഉള്ള ഒരു കാര്യമാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. റൈറ്റ്? യെസ്. ദെൻ നേപ്പാളിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പൊല്യൂഷൻ അവിടുത്തെ പൗരന്മാരോട് മാസ്ക് ധരിക്കാൻ പറയുന്നുണ്ട്. നമുക്കറിയാം എയർ പൊല്യൂഷൻ ഏറ്റവും അധികം ബാധിക്കുന്നത് നമ്മുടെ ലങ്സിനെയാണ് അല്ലെ, ശ്വാസകോശത്തെയാണ്. സോ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പലവിധ രോഗങ്ങൾക്കും എയർ പൊല്യൂഷൻ കാരണമാകും. ഓക്കെ. യെസ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അവിടുത്തെ പൗരന്മാരോട് എപ്പോഴും മാസ്ക് ധരിക്കാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോ ഒരളവ് വരെ, ഒരു പരിധി വരെ എയർ പൊല്യൂഷനെ കുറക്കാൻ മാസ്കിന്റെ ഉപയോഗം സഹായിക്കും. റൈറ്റ്? യെസ്. സോ ഇതാണ് നമ്മുടെ വാർത്തകളിൽ ഈ ഒരു സംഭവം ഉൾപ്പെടാൻ കാരണം. ഓക്കെ. യെസ്. ദെൻ കാഠ്മണ്ഡുവിന്റെ ഒരു ഇമേജ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം കാഠ്മണ്ഡു എന്ന് പറയുന്നത് നേപ്പാളിന്റെ ക്യാപിറ്റൽ ആണ്. ആൻഡ് കാഠ്മണ്ഡുവിന്റെ വേറെ പ്രത്യേകതകൾ പറഞ്ഞാൽ 1440 മീറ്റർ സീ ലെവലിൽ നിന്നും ഉയർന്നിട്ടാണ് കാഠ്മണ്ഡു എന്ന് പറയുന്ന സിറ്റി ഉള്ളത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത്. ആൻഡ് കാഠ്മണ്ഡു നമുക്കറിയാം 4 മൗണ്ടൻസിന്റെ ഇടയിലാണ് കാഠ്മണ്ഡു ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് അതിന്റെ ജിയോഗ്രഫി. ഓക്കെ. ആൻഡ് പ്ലസ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 4 മൗണ്ടൻസിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബോൾ ഷേപ്പാണ് കാഠ്മണ്ഡുവിനുള്ളത്. സോ അതും എയർ പൊല്യൂഷനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ഒരു സ്ഥലത്തെ പൊല്യൂഷൻ, പ്രത്യേകിച്ച് എയർ പൊല്യൂഷൻ, അത് അവിടുന്ന് മാറിപ്പോകണമെങ്കിൽ ഏറ്റവും അതിനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് എന്താണ്? കാറ്റാണ്. റൈറ്റ്? സോ ഇങ്ങനെ ഒരു ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, അതായത് ഒരു ബോൾ ഷേപ്പ് 4 വലിയ മൗണ്ടൻസിനാൽ ചുറ്റപ്പെട്ട ഒരു ബോൾ ഷേപ്പ് സിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ കാറ്റിന്റെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ അതും എയർ പൊല്യൂഷൻ കൂടാനുള്ള ഒരു കാരണമാണ്. റൈറ്റ്? യെസ്. ദെൻ എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അതിന്റെ റീസൺസ്? നമുക്കറിയാം നമ്മുടെ സാധാരണ എല്ലാ സിറ്റീസിലെയും പോലെ, എസ്പെഷ്യലി ഇന്ത്യൻ സിറ്റീസ് ആയിക്കോട്ടെ, ഏഷ്യൻ സിറ്റീസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, വെഹിക്കിൾ എമിഷൻസ് അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പുക. റൈറ്റ്? യെസ്. അതുപോലെ കൺസ്ട്രക്ഷൻ ഡസ്റ്റ്, അതായത് നിർമ്മാണ മേഖലയിൽ നിന്നും ഉണ്ടാവുന്ന ഡസ്റ്റ്, പൊടിപടലങ്ങൾ. ജിയോഗ്രഫി, ആ ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സിറ്റിയുടെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 4 മൗണ്ടൻസിനാൽ ചുറ്റപ്പെട്ട ഒരു ബോൾ ഷേപ്ഡ് ആണ്. റൈറ്റ്? യെസ്. സോ അത് അതിനെ എഫക്ട് ചെയ്യുന്ന ഏറ്റവും പ്രൈമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൈമറി റീസൺ തന്നെയാണ്. ഓക്കെ. പ്ലസ് റൈസിംഗ് ഗ്ലോബൽ ടെമ്പറേച്ചർ. നമുക്കറിയാം ആഗോള ചൂട്, താപനം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയുന്തോറും. റൈറ്റ്? അത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമാണ്. സോ നമ്മൾ വളരെയധികം അവെയർ ആവേണ്ട ഒരു കാര്യം കൂടിയാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം കൂടിയാണ് ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതൊക്കെയാണ് കാഠ്മണ്ഡുവിൽ ഈ എയർ പൊല്യൂഷൻ വളരെയധികം കൂടാനും നമ്പർ 1 എയർ പൊല്യൂട്ടഡ് സിറ്റി ആയിട്ട് കാഠ്മണ്ഡുവിനെ ഓപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഓക്കെ. ദെൻ ചേഞ്ച് ഇൻ വെതർ പാറ്റേൺ, അതും ഇതിനെ സ്വാധീനിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. റെഡ്യൂസ് റെയിൻഫോൾ, അതായത് മഴയുടെ ലഭ്യത കാഠ്മണ്ഡുവിൽ വളരെയധികം കുറവാണ്. നമുക്കറിയാം കാഠ്മണ്ഡു എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ. അല്ലെങ്കിൽ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം ഹിമാലയൻ റീജിയനിലാണ് നേപ്പാൾ ഉള്ളത്. ഇന്ത്യയുടെ ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്നതാണ് നേപ്പാൾ എന്ന് പറയുന്നതിന്റെ അടുത്ത അയൽരാജ്യം തന്നെയാണ്. ദെൻ പ്രൊലോങ് ഡ്രൈ പീരീഡ്, അതായത് മഴയുടെ ലഭ്യത കുറവ്. അതുപോലെ പ്രൊലോങ് ഡ്രൈ പീരീഡ്, അതായത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഡ്രൈ പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഓക്കെ, മഴയില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഡ്രൈ ആയിരിക്കും അല്ലെ, വരണ്ട കാലാവസ്ഥയായിരിക്കും. യെസ്. സോ ദീർഘകാലം വരണ്ട കാലാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ എയർ മൂവ്മെന്റ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു
സാധ്യത വളരെയധികം കുറവാണ്. സോ അതാണ് ചേഞ്ച് ഇൻ വെതർ പാറ്റേൺ, വെതറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഓക്കെ, അതും നമ്മുടെ എയർ പൊല്യൂഷൻ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ദെൻ വൈൽഡ് ഫയർ മേജർ സോഴ്സ് ആണ്. വൈൽഡ് ഫയർ എന്ന് പറയുന്നത് റൈസിംഗ് ടെമ്പറേച്ചർ. വൈൽഡ് ഫയർ എന്ന് പറയുമ്പോൾ നമ്മുടെ കാട്ടുതീയൊക്കെ വൈൽഡ് ഫയർ ഉൾപ്പെടുന്നതാണ്. നമുക്കറിയാം ഒരു കാട്ടുതീ എന്ന് പറയുമ്പോൾ ചെറിയൊരു ലൊക്കാലിറ്റിയിലായിരിക്കില്ല, വലിയൊരു ലൊക്കാലിറ്റിയിലായിരിക്കും കാട്ടുതീ പടരുന്നത്. സോ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ, ചൂട് കൂടാൻ ഇത് കാരണമാവും. അതുപോലെ അതിൽ നിന്നും ഉണ്ടാകുന്ന പുക അതൊരിക്കലും ഒരു സ്ഥലത്തേക്ക് നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ എന്താവശ്യമാണ്? കാറ്റ് ആവശ്യമാണ്. റൈറ്റ്? സോ അതിന്റെ അവൈലബിലിറ്റി, സാധ്യതകളും കാര്യങ്ങളും അവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ എന്ത് ചെയ്യും? നിൽക്കും. കുറെ കാലത്തോളം അവിടെ തന്നെ ഈ ഡസ്റ്റ് ആയാലും ഈ പറയുന്ന പുകപടലങ്ങളായാലും ഒക്കെ അവിടെ തന്നെ കുറെ കാലങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് ടെമ്പറേച്ചർ കൂടാനും എയർ പൊല്യൂഷൻ കൂടാനും കാരണമാവും. ഓക്കെ, ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ മക്കളെ അതിന്റെ പ്രത്യാഘാതങ്ങളാണ് അല്ലെ. ദെൻ ഹെൽത്ത് ഇഷ്യൂസ്, ഓഫ് കോഴ്സ് ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഏറ്റവും പ്രൈം കൺസേൺ ആയിട്ടുള്ളത്. ദെൻ ആസ്മ, നമുക്കറിയാം അതൊരു ലങ് ഡിസീസ് ആണ് അല്ലെ ആസ്മ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്യാൻസർ കോസിംഗ് ആണ്. ദെൻ സ്ട്രോക്ക് വരാം. ആൻഡ് മെന്റൽ ഹെൽത്ത് കോംപ്ലിക്കേഷൻസ്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ആൾക്കാരിൽ കാണപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻസ്, പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത്. വളരെയധികം രോഗങ്ങൾക്ക് കാരണമാവും. അതുപോലെ തന്നെ മനുഷ്യരുടെ മാനസികാരോഗ്യത്തെയും അത് പല രീതിയിലും മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. ദെൻ about World Air Quality Index ranking. World Air Quality Index ranking നെ കുറിച്ച് നമുക്ക് നോക്കാം. Measures that the level of air pollution in the world, measures the level of air pollution in the world, prepared by IQAR, Swiss Air Quality Technology Company. അതായത് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ലോകത്തിലെ വേൾഡ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് റാങ്കിംഗ് നടത്തുന്നത് IQAR എന്ന് പറയുന്ന സ്വിസ് ബേസ്ഡ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയാണ്. അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഗവൺമെന്റ് നോൺ ഗവൺമെന്റൽ സോഴ്സസ് എന്ന് കളക്ട് ചെയ്തിട്ടുള്ള ബിഗ് ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു റാങ്കിങ്ങിലേക്ക് അവർ എത്തുന്നത്. ഓക്കെ, സോ അവർ മെഷർ ചെയ്യുന്നത് എന്താണ്? ദ ലെവൽ ഓഫ് എയർ പൊല്യൂഷൻ ഇൻ ദ വേൾഡ് ആണ്. ഓരോ സ്ഥലങ്ങളിലുള്ള എയർ പൊല്യൂഷന്റെ ലെവൽ മെഷർ ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? എയർ ക്വാളിറ്റി ഇൻഡെക്സ് റാങ്കിങ് അവർ പുറത്തുവിടുന്നത്. ഓക്കെ, പബ്ലിഷ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ വേൾഡ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. കാഠ്മണ്ഡു ആണ് ഫസ്റ്റ് പൊസിഷൻ ആൻഡ് സെക്കൻഡ് നമ്മുടെ ന്യൂഡൽഹി ആണ്. ഇന്ത്യയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ന്യൂഡൽഹി ആണ്. ആൻഡ് ബാക്കിയൊക്കെ ഫസ്റ്റ് പൊസിഷൻസിലൊക്കെ വരുന്ന എന്താണ്? നമ്മുടെ ഏഷ്യൻ കൺട്രീസ് ആണ്. റൈറ്റ്? സോ ഇത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കൺസേൺ ആണ്. നമ്മൾ അതിന്റെ കാരണങ്ങൾ, എന്തുകൊണ്ട് അത് വാർത്തകളിൽ നിറയുന്നു, എന്തിന്റെ ബേസിസിലാണ് ഈ ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സ് തയ്യാറാക്കുന്നത്, ആരാണ് തയ്യാറാക്കുന്നത്, അതിന്റെ റീസൺസ് എന്തൊക്കെയാണ്, അതിന്റെ ഇംപ്ലിക്കേഷൻസ്, പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റൈറ്റ്? സോ ഇതാണ് മക്കളെ വേൾഡ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് റാങ്കിങ്. സോ നമുക്കൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നോക്കാം. According to World Air Quality Index, which of the following cities is the most polluted city in the world? Option A Hanoi, option B New Delhi, option C Kathmandu, option D Dhaka. അപ്പോൾ മക്കൾ ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ, പ്രാക്ടീസ് ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ പ്ലേസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ പറയുന്ന ടോപ്പിക്കിന്റെ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും മക്കൾ നമ്മുടെ നോട്ടിൽ റൈറ്റ് ഡൗൺ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, മസ്റ്റ് നോ ഫാക്ട് സീരീസിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. See you with another video. Thanks for watching. See you in the class.